നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ ആണ്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് NFA. ഇനി NFAയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു DFA വരച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളിപ്പോൾ Q0 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 0യ്ക്ക് ഒരു ട്രാൻസിഷനും 1ന് ഒരു ട്രാൻസിഷനും, അടുത്ത Q1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം തിങ് 0യ്ക്ക് ട്രാൻസിഷൻ 1ന് ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നു, റൈറ്റ്? പക്ഷേ ഈ ഒരു സംഭവം ഇവിടെ ഇല്ല. ഇറ്റ് മീൻസ് ദാറ്റ് ലൈക്ക് നമ്മളിപ്പം NFA വരയ്ക്കുന്ന സമയത്ത് മോർ ദൻ 1 പോസിബിൾ ട്രാൻസിഷൻസ് ആർ പോസിബിൾ ഫോർ ദ സെയിം ഇൻപുട്ട് സിമ്പിൾ. ഇവിടെയുള്ള വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ആർ നോ ഡെഡ് സ്റ്റേറ്റ്സ്. ബാക്ക് ട്രാക്കിങ്ങിനാണ് യൂഷ്വലി നമ്മളിത് യൂസ് ചെയ്യുന്നത്. NFAയുടെ എഗെയിൻ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് നിൽക്കും, ബട്ട് ദ ഡെൽ ഫങ്ഷൻ ചേഞ്ചസ്. ഇറ്റ് വിൽ ബി ദ പവർ സെറ്റ് ഓഫ് Q. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ Qയും, അതായത് ഇപ്പം നമ്മൾ യൂഷ്വലി പറയുമല്ലോ Q0യും 0, Q0 1 എന്ന് പറയുമ്പോഴത്തേനും DFAയുടെ കേസിൽ നമുക്ക് ഒരൊറ്റ സ്റ്റേറ്റേ കിട്ടിയിട്ടുള്ളൂ. എന്നാൽ NFA വരുമ്പോഴത്തേനും വി യൂഷ്വലി ഗെറ്റ് സബ്സെറ്റ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് Q. അതായത് ചിലപ്പം ഈ ഒരു ട്രാൻസിഷന് Q0 Q1 എന്ന് പറഞ്ഞ് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ് കിട്ടുന്നത് പോസിബിൾ ആയിരിക്കും. നോ പ്രോബ്ലം, വിൽ എക്സ്പ്ലെയിൻ ത്രൂ എ പ്രോബ്ലം. ഓക്കെ, സോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? കൺസ്ട്രക്ട് ആൻ NFA വിച്ച് അക്സെപ്റ്റ്സ് ദ സ്ട്രിങ്സ് ദാറ്റ് എൻഡ്സ് വിത്ത് എ. എൻഡ്സ് വിത്ത് എ എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? The set of input alphabets will be A, B. The language will be, it ends with A. അപ്പം A എഴുതാം, A എഴുതാം, B എഴുതാം, A എഴുതാം, A എഴുതാം, B എഴുതാം. ഓക്കെ, it goes. While I'm drawing Q0, A തന്നു കഴിഞ്ഞാൽ അത് accepted ആണ്, റൈറ്റ്? അപ്പം വേറൊരു സംഭവം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓക്കെ എ വന്നു കഴിഞ്ഞാലോ, എ വന്നു കഴിഞ്ഞാലും അക്സെപ്റ്റ് ആണ്. B വന്നു കഴിഞ്ഞാലോ അക്സെപ്റ്റഡ് ആണ്. B വന്നു കഴിഞ്ഞാലോ B A, അതായത് A ഒരു പ്രാവശ്യം B ഒരു പ്രാവശ്യം പിന്നെ A അക്സെപ്റ്റഡ് ആണ്. അടുത്തത് 3 times A വന്നു കഴിഞ്ഞാലോ ഇത് ഓൾറെഡി അക്സെപ്റ്റഡ് ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞ വെച്ചിട്ട് ഇപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും വി ആർ നോട്ട് ബോദറിങ്, റൈറ്റ്? ഫൈനൽ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്. B ആണെന്നുണ്ടെങ്കിൽ എന്താ, സോറി 2 പ്രാവശ്യം B വരുന്നു പിന്നെ A വരുന്നു. അപ്പം നിങ്ങളിപ്പോൾ ഇവിടെ ഒരു കാര്യത്തിലൊന്ന് ശ്രദ്ധിച്ചേ, ഇപ്പം ഇവിടെ എത്രയാണ് ഇവിടെ എയുടെ എന്താണ് എത്ര പ്രാവശ്യം നമ്മൾ A വരുത്തുന്നത്? ഇവിടെ 2 പ്രാവശ്യമാണ് A വരുന്നത്, ഇവിടെ. സോ വൈൽ വി ആർ ഡ്രോയിങ് ദി tuple Q, put alphabets. We know Q is nothing but Q0 and Q1. Alphabets എന്ന് പറയുന്നത് A, B ആണ്. ഡെൽ ഫംഗ്ഷൻ വരാം. Q0 is nothing but input state. ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q1 ആണ്. ഇനി ഡെല്ല് നമ്മളൊന്ന് എടുത്തേ. ഡെൽ എടുക്കുമ്പോഴത്തേനും Q0യിൽ A വന്നു കഴിഞ്ഞാൽ എന്താണ്, Q0യിൽ B വന്നു കഴിഞ്ഞാൽ എന്താണ്, Q1ൽ A വന്നു കഴിഞ്ഞാൽ എന്താണ്, Q1ൽ B വന്നു കഴിഞ്ഞാൽ എന്താണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കിടക്കും. DFA ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, നോക്കി ഇന്ന സ്റ്റേറ്റ് ഇവിടെ കൊടുത്തോണ്ട് ഇവിടെ എനിക്ക് ചെയ്യാം, ഇന്ന സ്റ്റേറ്റ് ഇവിടെ കൊടുത്തോണ്ട് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയാം, ആണേ. പക്ഷെ ഇവിടെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ Q0യിൽ A വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ട്രാൻസിഷനാണ് അവിടെ, അല്ല Q0യിലോട്ടും ഉണ്ട് Q1യിലോട്ടും എനിക്ക് ട്രാൻസിഷൻ പോസിബിളാണ്. Q0 B വന്നു കഴിഞ്ഞാൽ Q1ൽ Aയും Bയും വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസിഷൻസ് ഉണ്ടോ? ഇല്ല, ഇറ്റ് സ്റ്റാൻഡ്സ് നൾ. ദിസ് ഇസ് വൈ വി ആർ സേയിങ് ദാറ്റ് ഈ ഒരു ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2 power Q ആണുള്ളത്, അതിൻ്റെ പവർ സെറ്റാണ്. അപ്പോഴത്തേക്കും നൾ മുതൽ 2 raised to Q വരെയുള്ള എല്ലാ എലമെൻറ്റ്സും നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ്സ് ഹൗ യു സോൾവ് എ NFA ക്വസ്റ്റ്യൻ. പിന്നെ നിങ്ങൾ ഇവിടെ നിന്ന് ടിപ്പ് എടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് കൊടുത്തേക്കുന്നത്? എൻഡ്സ് വിത്ത് A എന്നാണ് കൊടുത്തേക്കുന്നത്. അതായത് എയുടെ മുന്നേ വരുന്ന എന്താണെന്നുണ്ടെങ്കിലും അത് A, Bയുടെ ഒരു കോമ്പിനേഷനിൽ എടുക്കണം. എൻഡ്സ് വിത്ത് A, ഇതോടുകൂടി ക്വസ്റ്റ്യൻ നിർത്തിയേക്കണം. അല്ലാതെ A കഴിഞ്ഞിട്ട് എന്ത് വരുന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഇവിടെ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പം എൻഡ്സ് വിത്ത് എന്ന് പറയുമ്പം A വെച്ച് അവസാനിക്കണം, അതിന് മുന്നേ എന്താ വരുന്നത് എന്നുള്ളതും ഡിസൈഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വരുന്നത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അതാണ് NFAയും DFAയും തമ്മിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസ് നമ്മൾ കാണുന്നത്. ഇപ്പം
സ്റ്റാർട്ട്സ് വിത്ത് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി മാത്രം ചിന്തിക്കണം. ഇപ്പം എ വെച്ച് സ്റ്റാർട്ട് എന്ന് വെച്ചാൽ എ വെച്ചിട്ട് ദെൻ അത് കഴിഞ്ഞിട്ടുള്ളത് എന്താണെന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ബിഫോറിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം ഇല്ല. ഹോപ്പ് ദാറ്റ് യു ഗോട്ട് ദിസ് ടിപ്പ്. എക്സ്റ്റെൻഡഡ് ട്രാൻസിഷൻ ഫംഗ്ഷൻ NFA എന്ന് പറയുമ്പോഴത്തേനും ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈ ഒരു സംഭവം നമ്മൾ എക്സ്പാൻഡ് ചെയ്യുള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഡെൽറ്റ സ്റ്റാർ ഓഫ് Q0, AB ഓഫ് A. Q0, A, B, A. ഈ ഒരു സംഭവം നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേനും there are chances that we will not only get one state, we can get more than one state. ഇവിടെ കണ്ടോ Q0A എന്ന് പറയുമ്പോഴത്തേനും ഒരൊറ്റ സ്റ്റേറ്റ് ഉള്ളത് Q0 തന്നെയാണ്. B, okay, now we are solving the second bracket. Q0ക്ക് B വന്നു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് കോമ്പിനേഷൻ ഇവിടെയുണ്ട്. Q0 ഉണ്ട്, Q1 ഉണ്ട്. Q0 ഉണ്ട്, Q1 ഉണ്ട്. So what you have to do in this case? ഓരോന്നിനെ വെച്ച് നമ്മൾ ചെയ്യുക. That is nothing but del of Q0 A union Q1 A. Del of Q0 A എന്താണ്? Q0 ആണ്. Q1 A Q2 ആണ്. We get it Q0 union Q2. നമുക്ക് അവസാനം കിട്ടുന്നത് Q0, Q2 എന്നുള്ളതാണ്. ആൻഡ് ദിസ് ഇസ് അവർ ഫൈനൽ സ്റ്റേറ്റ്. നമ്മൾ എന്താണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സ്ട്രിംഗ് വിൽ ബി അക്സെപ്റ്റഡ് ഇഫ് ദി ഇൻ്റർസെക്ഷൻ ഓഫ് ദ ഫൈനൽ സ്റ്റേറ്റ് ആൻഡ് ദി del function will not be equal to null, which means that it should consist the final state, which it is. Hence this string will be accepted by this NFA.